നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പരീക്ഷാകാലം കഴിഞ്ഞു. SSLC +2 പരീക്ഷകൾ പൂർത്തിയായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ കുട്ടികളുടെ യാത്ര പറച്ചു. ബംഗളൂരുവിൽ നിന്ന് KSRTC ഡ്രൈവറുടെ കൈവശം പാഴ്സലായി കൊടുത്തുവിട്ടത് പാമ്പ്. പെറ്റ് ഷോപ്പ് ഉടമ തിരുമല സ്വദേശിയായ നവീനെതിരെ കേസെടുത്തു. അനധികൃതമായി പാഴ്സൽ കൊണ്ടുവന്ന KSRTC കണ്ടക്ടർക്ക് സസ്പെൻഷൻ. കൊല്ലം ചടയമംഗലത്ത് ഉത്സവ ഘോഷയാത്രയ്ക്കിടെ ആന കുഴഞ്ഞു വീണു. വീണത് തിടമ്പേറ്റിയ ദേവസ്വം ബോർഡിന്റെ കുഞ്ഞയ്യപ്പൻ എന്ന ആന. എഴുന്നേറ്റത് അരമണിക്കൂറിന് ശേഷം. കാസർഗോഡ് കൊളത്തൂരിൽ വനം വകുപ്പിന്റെ കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. ഒരു മാസത്തിനിടെ ഇതേ കൂട്ടിൽ പുലി കുടുങ്ങുന്നത് രണ്ടാം തവണ. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയെ നയിക്കാൻ D. സെൽവരാജൻ. രൂപത ഉണ്ടായ ശേഷമുള്ള ആദ്യ മെത്രാഭിഷേകം ആഘോഷമാക്കി നാട്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ. വിശദമായി നോക്കാം. അങ്ങനെ സംസ്ഥാനത്തെ പരീക്ഷാകാലം പൂർത്തിയായിരിക്കുകയാണ്. SSLC +2 പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് പരീക്ഷ കഴിയുന്നതിന്റെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇത്തവണത്തെ സവിശേഷ സാഹചര്യത്തിൽ സാധാരണ ഉണ്ടാവുന്ന ആഘോഷങ്ങൾ വേണ്ട എന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം. ഇപ്പോൾ നമ്മൾ കാണാം, പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളൊക്കെ അവരുടെ ക്ലാസ് ഫോട്ടോക്കെ എന്താ ക്ലാസ് ഫോട്ടോ ഒക്കെ ഇട്ടാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞില്ലേ പരീക്ഷ കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? ഏതാ ഫോട്ടോ ഒക്കെ? ഇവിടെ ഫോട്ടോ ഒക്കെ കിട്ടിയോ? എല്ലാ കുട്ടികളിലും ഉണ്ട്, എല്ലാ ക്ലാസ്സിന്റെയും ഉണ്ട്. പരീക്ഷയൊക്കെ സിമ്പിളായിരുന്നു. സെറ്റ് പരീക്ഷയായിരുന്നു. ഒക്കെ റെഡിയാ. ഫുൾ A+ കിട്ടും. ഫുൾ A+ അല്ല, ഒരു 5A+, 6A+ ഒക്കെ ഉറപ്പാ. മതി. അത്രക്ക് മതി. പിന്നെ ഈ പരീക്ഷ കഴിഞ്ഞാല് അച്ചടക്കം പാലിച്ച് പോകണമെന്നൊക്കെയാണ് സർക്കാരും ഉദ്യോഗസ്ഥർ. അച്ചടക്കം നമുക്ക് ഇവിടെ മലപ്പുറംകാർക്ക് അച്ചടക്കമൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമ്മൾ അടിച്ചാണ്ട് പൊളിക്കും. ഇവിടെ എളുപ്പമായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്നു. പ്രതീക്ഷിക്കാം. ഈ സാധാരണ SSLC പരീക്ഷ കഴിഞ്ഞ എല്ലാരും പിരിയുമ്പോഴേ ഭയങ്കര ആഘോഷമായിട്ട് മഷിയൊക്കെ ദേഹത്ത് തെറിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പക്ഷെ തവണ അതൊന്നും വേണ്ടെന്നൊക്കെയാണ് പറയണത്. അതിപ്പോ കുട്ടികളായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ പിന്നെ വേണം, ഉണ്ടായിക്കോട്ടെ. സന്തോഷമായിട്ട് പിരിയാണ്. അതാണ് ഈ കുട്ടികൾക്കൊക്കെ പറയാനുള്ളത്. എല്ലാവർക്കും ചെറിയ നിയന്ത്രണങ്ങളൊക്കെ വേണം. പക്ഷേ ബോയ്സ് ഒക്കെ പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ആഘോഷിക്കാനുള്ളത് ആഘോഷിക്കും. പക്ഷേ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ അറിയും എന്ന തരത്തിലാണ് കുട്ടികളുടെയൊക്കെ പ്രതികരണം. എന്താണെങ്കിലും SSLC പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസം എല്ലാവരുടെ മുഖത്തും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൂട്ടാൻ വന്നതാണ്. കുട്ടിയെ കൂട്ടാൻ വന്ന എന്താണ് ഇത്തവണ ഈ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം വേണമെന്നാണല്ലോ? നിയന്ത്രണം വളരെ ആവശ്യമാണ്. ടീച്ചർമാർക്ക് ചോരലും പോലീസുകാർക്ക് കുറച്ചും കൂടെ ഒരു അധികാരമൊക്കെ കൊടുത്ത് നിയന്ത്രിക്കാൻ നല്ലതായിരിക്കും അത്. അല്ലെങ്കിൽ ഭാവി തലമുറ നഷ്ടപ്പെട്ടു പോയേക്കാം. ഇവിടെ എത്തിയ രക്ഷിതാക്കൾക്കും അതേപോലെ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ, നിയന്ത്രണത്തെക്കുറിച്ച് കുട്ടികൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് നല്ലതാണ്. കാരണം അവസാന ദിവസം മറ്റൊരു പ്രശ്നമുണ്ടായി പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇനി ഈ തല്ലുമാലകളൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ അത്യാവശ്യമാണ് എന്നുകൂടി എല്ലാവരും ഒരുമിച്ച് പറയുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും കുട്ടികൾക്ക് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ വലിയ അസ്വസ്ഥതയൊന്നുമില്ല. അവർ അവരുടേതായ ചെറിയ രീതിയിലൊക്കെ ആഘോഷങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷനിലേക്ക് കടക്കുന്നതിന്റെ വലിയ സന്തോഷം എല്ലാ കുട്ടികൾക്കും ഉണ്ട് താനും. KSRTC ഡ്രൈവറുടെ കൈവശം പാഴ്സലായി പാമ്പിനെ കൊടുത്തുവിട്ടതിൽ കേസ്. ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ്സിലാണ് പാമ്പിനെ പാഴ്സലായി നൽകിയത്. ബോൾ പൈത്തൺ ഇനത്തിൽപ്പെട്ട പാമ്പാണ് പാഴ്സലായി വന്നത്. പെറ്റ് ഷോപ്പ് ഉടമയ്ക്കായാണ് എത്തിയത്. സംഭവത്തിൽ തിരുമല സ്വദേശിയായ നവീനെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ഡിപ്പോയിൽ വെച്ചാണ് വിജിലൻസ് പാമ്പിനെ പിടികൂടിയത്. പ്രദർശനത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ഇനം പാമ്പെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ അനധികൃതമായി പാഴ്സൽ കൊണ്ടുവന്ന KSRTC കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം ചടയമംഗലത്ത് ഉത്സവാഘോഷ യാത്രയ്ക്കിടെ ആന കുഴഞ്ഞു വീണു. ചടയമംഗലം തിരുവൈക്കോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച 6 ആനകളിൽ ഒന്നാണ് കുഴഞ്ഞു വീണത്. ഉത്സവത്തിനെത്തിയ 6 ആനകളിൽ 3 എണ്ണം ദേവസ്വം ബോർഡിന്റേതാണ്.
മുന്നിൽ തിടമ്പേറ്റിയ ദേവസ്വം ബോർഡിന്റെ കുഞ്ഞയ്യപ്പൻ എന്ന ആനയാണ് കുഴഞ്ഞു വീണത്. 6 മണിയോടെയായിരുന്നു സംഭവം. അരമണിക്കൂറിന് ശേഷമാണ് ആന എഴുന്നേറ്റത്. തിടമ്പ് മറ്റൊരു ആനയിലേറ്റി ഘോഷയാത്ര പൂർത്തിയാക്കി. കാസർഗോഡ് കൊളത്തൂർ നിടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. പ്രദേശവാസിയായ ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നേരത്തെയും ഇതേ സ്ഥലത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. ബേഡടുക്ക കൊളത്തൂർ മേഖലയിൽ നാട്ടുകാർ പലവട്ടം പുലിയെ കണ്ടിരുന്നു. തുടർന്നാണ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പ്രദേശവാസിയായ നിടുവോട്ടെ എ ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിലെ കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലി കുടുങ്ങിയത്. കൂട്ടിലായത് 5 വയസ്സുള്ള ആൺപുലിയാണെന്ന് DFO. പുലിയെ പള്ളത്തുങ്കൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ഫെബ്രുവരി 23-നും നിടുവോട്ട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. അന്നും 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിലാകപ്പെട്ടത്. അന്ന് പുലിയെ മുള്ളേരിക്ക് സമീപത്തെ വനത്തിൽ തുറന്നുവിട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഫെബ്രുവരി 5-ന് പ്രദേശത്ത് തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയിരുന്നു. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്ത് 4 പുലികൾ ഉള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ആശങ്കയിലാണ് കുടുംബങ്ങൾ. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ട കുറ്റൂരിൽ ഹോട്ടൽ ജീവനക്കാരൻ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൊട്ടാരക്കര സ്വദേശി പ്രദീപനാണ് മരിച്ചത്. കുറ്റൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ പ്രദീപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമുണ്ടായില്ല. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് തൊണ്ടറപ്പാലത്തിന് സമീപം മണിമലയാറ്റിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പരിസരവാസികളാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. തിരുവല്ല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം കള്ളാട് ചെങ്ങമനാട്ട് 72-കാരിയായ സാറാമ ഏലിയസ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ ക്രൈംബ്രാഞ്ച്. 2024 മാർച്ച് 25-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ വെച്ച് അതിദാരുണമായി സാറാമ കൊല്ലപ്പെട്ടത്. കഴുത്തറത്ത് കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം കവർന്ന പ്രതി മൃതദേഹത്തിന് സമീപം മഞ്ഞൾ പൊടി വിതറി അതിസമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. ലോക്കൽ പോലീസ് ആദ്യം കേസ് അന്വേഷിച്ചെങ്കിലും യാതൊരു തുമ്പും കിട്ടാത്തതിനാൽ പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകി. ക്രൈംബ്രാഞ്ച് ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ലെന്ന് വീട്ടുകാർ പറയും. 1 വർഷം തികയാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ സംഭവം നടന്നിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിനൊരു അന്വേഷണത്തിന് ഒരു പുരോഗതിയായിട്ട് ഒന്നും പറയാനില്ല. കാര്യം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് വന്നു. അവരിപ്പോഴും അന്വേഷണത്തിലുണ്ട്. പക്ഷെ ഒന്നും പുരോഗതിയായിട്ടൊന്നും പറയുന്നില്ല. ഒരു തെളിവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ അഭിപ്രായം പറയുന്നത്. ഞങ്ങൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഭീതിയിലാണ്. കൃത്യം നടത്തിയവരിപ്പോൾ കൈയും വീശി റോഡിലൂടെ നടക്കുകയാണ്. ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം. 1 വർഷമായിട്ട് ഈ കേസിന് യാതൊരു പുരോഗതിയില്ല. ഇനി ഞങ്ങൾ അടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ്. CBIയിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ആലോചിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്. കോടികൾ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡിൽ പണമില്ലെന്ന് പറഞ്ഞ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുക്കം മണാശ്ശേരി മുതൽ കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള റോഡിലെ വെസ്റ്റ് ചേന്ദമംഗലൂർ ഭാഗത്തെ 30ഓളം മീറ്ററിലാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. ഇറക്കവും വളവുമുള്ള റോഡിൽ ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ മണ്ണും കല്ലും ഒലിച്ചു വന്ന് റോഡിൽ അപകടം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. 44 കോടി രൂപയോളം ചെലവഴിച്ച് B&BC നിലവാരത്തിൽ ടാറിംഗ്, ഡ്രെയിനേജ്, ഫുട്പാത്ത്, കൈവരികൾ എല്ലാം നിർമ്മിച്ച് നവീകരിക്കുന്ന റോഡിന്റെ പരിധിയിലെ ഒരു മേഖലയിലാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. വെസ്റ്റ് ചേന്ദമംഗലൂരിൽ 30 മീറ്ററിൽ താഴെയുള്ള ഭാഗത്ത് പണമില്ലെന്ന് ന്യായം പറഞ്ഞാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. ഇറക്കവും വലിയ വളവുമുള്ള പ്രദേശത്ത് ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ച ഓവുചാലിലൂടെ മഴക്കാലത്ത് കല്ലും മണ്ണും ഒഴുകിവന്ന് റോഡിൽ അടിഞ്ഞുകൂടി വലിയ അപകടമുണ്ടാവാനും റോഡ് പൊളിയാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പണം തികയില്ലെങ്കിൽ നാട്ടുകാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ ഡ്രെയിനേജ് നിർമ്മിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഇതൊരു ഇറക്കാണ്, അതോടൊപ്പം തന്നെ ഒരു വളവുമാണ്. ഈ വളവും ഈ ഇറക്കമുള്ള സ്ഥലത്ത് ചരക്കല്ലുകൾ റോട്ടുമേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇപ്പം നന്നായ സ്ഥിതിക്ക് ആളുകൾ പോകും.
ഇതൊരു നാട്ടുകാരെ മാത്രം പ്രശ്നമല്ല, ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പ്രശ്നമാണ്. ആക്സിഡന്റ് ഇതിൽ എയർപോർട്ട് റോഡാണ്, മറ്റുള്ള എല്ലാ നന്നായിട്ട് പോകുന്ന ഒരു ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിൽ ഇത്രയും ഡേഞ്ചർ അവസ്ഥയിൽ ഈ സാധനത്തെ ഇട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാനായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഡ്രെയിനേജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം താളം തെറ്റിയ നിലയിലായിട്ട് മാസങ്ങളാകുന്നു. സമീപ പ്രദേശങ്ങളിൽ ദുർഗന്ധം വമിച്ചിട്ടും അധികൃതരുടെ മൗനം തുടരുകയാണ്. നെയ്യാറിലേക്കാണ് ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുകുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. സമീപത്ത് താമസിക്കുന്നവർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എന്തിനേറെ സമീപത്തെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും. 10 വർഷം മുൻപ് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ആശുപത്രിയിലെ തിയേറ്ററുകൾ, വാഷ് ബേസിനുകൾ, കാഷ്വാലിറ്റി തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ തരത്തിലുള്ള മാലിന്യം കലർന്ന ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ പറ്റും വിധമായിരുന്നു പ്ലാന്റിന്റെ നിർമ്മാണവും സംവിധാനവും. ചെറുതും വലുതുമായ ടാങ്കുകളും മോട്ടോറുകളും ഫിൽട്ടറുകളും അണുവിമുക്തമാക്കാനുള്ള സംവിധാനങ്ങളും അടങ്ങിയതായിരുന്നു സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ടാങ്കുകൾ വൃത്തിയാക്കൽ, കേടായ മോട്ടോറുകൾ മാറ്റിസ്ഥാപിക്കൽ, ഫിൽട്ടറുകൾ ക്ലീൻ ചെയ്യൽ തുടങ്ങിയവ മുടങ്ങി. ഇതാണ് പ്ലാന്റ് നശിക്കാനുള്ള കാരണവും. ഫിൽട്ടറിൽ മാലിന്യം അടിഞ്ഞതിനെ തുടർന്നാണ് ജലശുദ്ധീകരണം നടക്കാത്ത അവസ്ഥയിലെത്തിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് വലിയ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിൽ മാറിയിരിക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിൽ നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടുകയും ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ ഈ മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് 100 IP-കൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ 2500 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ പദ്ധതിയെന്നും നിലവിൽ 450 IP ഉള്ള ആശുപത്രിയായി ഉയർന്നപ്പോൾ മാലിന്യ പ്ലാന്റിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മാലിന്യമുക്ത നഗരസഭയായി പയ്യന്നൂർ. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA ശുചിത്വ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തിനായി 2ാം ഘട്ട ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭയിൽ പൂർത്തിയായി. കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ വിപുലമായ രീതിയിലാണ് പയ്യന്നൂർ നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. മുഴുവൻ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്ത് വിവിധ പരിപാടികൾ നടപ്പാക്കി. വാർഡ് തല ശുചീകരണ ലക്ഷ്യം കൈവരിച്ചു. തുടർന്നാണ് നഗരസഭാ തല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. വിവിധ സന്നദ്ധ സംഘടന, കുടുംബശ്രീ, ഹരിത കർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വളണ്ടിയർമാർ എന്നിവരുടെ മികച്ച സഹകരണം നേട്ടത്തിലേക്കെത്താൻ സഹായകരമായതായി ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC, KSEB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഹരിത അംബാസിഡർ EV ശശിധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ന്യൂസ് 18 പയ്യന്നൂർ. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നു. അപകടം പതിവായ സാഹചര്യത്തിലാണ് നടപടി. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. റോഡരികിൽ വലിയ താഴ്ചയും രൂപപ്പെട്ടിരുന്നു. ഇത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. ബസ്സിൽ നിന്നിറങ്ങാനും കയറാനും അടക്കം പ്രയാസമായി. ഇതോടെയാണ് പാതയുടെ അരികിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത്. കോൺക്രീറ്റിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്കൂൾ പരിസരം മുതൽ മത്സ്യ മാർക്കറ്റ് വരെയുള്ള ഭാഗത്താണ് നിർമ്മാണം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടില് പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ സൈഡ് ഭാഗം ഇടിയുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നിരന്തരമായി ഇവിടുന്ന് സ്കൂളിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളും പറയുന്നതാണ്. അപ്പൊ അത് പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത്, അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മെയിന്റനൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കൊച്ചി സന്ദർശിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് തിരുവല്ല നെടുമ്പറം പഞ്ചായത്തിലെ വയോജനങ്ങൾ. KSRTCയുമായി സഹകരിച്ചുകൊണ്ടുള്ള പാക്കേജ് ടൂറിലാണ് ഇവർ കൊച്ചിയിലെത്തിയത്. യാത്ര നല്ല സുഖകരമായ ഒരു യാത്രയാണ്, ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരു സുഖമായുള്ളൊരു യാത്ര. ആദ്യമായിട്ട് വരുക. നമ്മളെ തിരുവല്ല, പൊടിയാടി, നെടുമ്പറം അല്ലാതെ നമ്മൾ വേറെങ്ങും ദൂരെയോട്ട് പോയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന
നെടുമ്പുറം പഞ്ചായത്തിൻ്റെ കൊച്ചി വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്നതല്ലേ സുഖകരമായിട്ട് തോന്നുന്നു. നെടുമ്പുറം പഞ്ചായത്തിൽ നിന്ന് 8ാം വാർഡിൽ നിന്ന് വരും ഞങ്ങൾ. ഇത് കൊച്ചി വന്ന് നല്ല സുഖമായിട്ട് സന്തോഷമായി എല്ലാവർക്കും. നല്ല സന്തോഷമായി. ഞങ്ങൾ 11ാം വാർഡിൽ നിന്ന് വന്നവര്. എല്ലാവരുടെ വാക്കുകളിലും നിറയുന്നത് സന്തോഷം മാത്രമാണ്. പ്രായമാകുന്നതോടെ വീട്ടുമുറികളിൽ ഒതുങ്ങേണ്ടി വരുന്ന ഒട്ടനവധി പേരുണ്ട്. ടെലിവിഷനാണ് പിന്നെ അവരുടെ ലോകം. അതിലൂടെ കണ്ടറിഞ്ഞ നഗരത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം. അത് യാഥാർത്ഥ്യമാക്കിയത് നെടുമ്പുറം പഞ്ചായത്താണ്. 43 വയോജനങ്ങൾ ഉൾപ്പെടെ 63 പേരാണ് കൊച്ചിയിലെത്തിയത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇത് ആസ്വദിച്ചു എന്നുള്ളതാണ്. അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ കിട്ടാത്ത ഒരു മാനസികോല്ലാസം ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. അവരോട് ചോദിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ബസ്സിലൊക്കെ നല്ല അടിപൊളി പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ആഘോഷിച്ച് തന്നെ വന്നു. വയോജനങ്ങളുടെ മാനസികോല്ലാസം എന്ന് പറഞ്ഞുകൊണ്ട് വാർഷിക പദ്ധതിയിൽ വെച്ചുള്ള പരിപാടിയാണ്. അത് KSRTC, കുടുംബശ്രീ, സഹകരണ മേഖലയിലെ ഇന്ത്യൻ കോഫി ഹൗസ് അവരെയൊക്കെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് അങ്ങനെ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. മെട്രോയിൽ കയറി കോർപ്പറേഷൻ്റെ സമൃദ്ധിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വാട്ടർ മെട്രോയിൽ കൊച്ചിയുടെ അടയാളങ്ങളായ ഫോർട്ട് കൊച്ചിയിലും പിന്നീട് മറൈൻ ഡ്രൈവും കറങ്ങി സന്തോഷത്തോടെ അവർ മടങ്ങി. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ. പത്തനംതിട്ടയിൽ പ്രത്യേകമായ ആഘോഷവും നടക്കുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ ജന്മനാടാണ് പത്തനംതിട്ട. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആഘോഷം. എമ്പുരാൻ ആഘോഷമാക്കുകയാണ് ആരാധകർ. പത്തനംതിട്ടയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. എമ്പുരാൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലാണ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ആരും ചെയ്യാനുള്ള പറ്റത്തില്ല. അത് മോഹൻലാൽ ഫാൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന പത്തനംതിട്ട മലയാളികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ലാലേട്ടൻ ജന്മനാട്ടിലെ ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. തിയേറ്ററുകൾ അലങ്കരിച്ചും വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുമാണ് ആരാധകരുടെ ഒരുക്കം. ചെണ്ടമേളം, അമ്മൻകുടം തുടങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രേക്ഷകരെ വരവേൽക്കുന്നത്. അടിപൊളി ആഘോഷത്തോടാണ് കാണുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു റിലീസാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന ആൾക്കാർക്കും ജനങ്ങൾക്കും എല്ലാം കേരളക്കാരെ മൊത്തം അടിച്ചു പൊളിക്കാനുള്ള വകുപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പത്തനംതിട്ടയിലെ 2 തിയേറ്ററുകളിലായി 6 സ്ക്രീനുകളിലായാണ് പ്രദർശനം. നിലവിൽ ടിക്കറ്റുകൾ കിട്ടാനില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രദർശിപ്പിക്കുന്ന എമ്പുരാൻ ചിത്രം വൻ വിജയമാക്കി മാറ്റുകയാണ് ഫാൻസ് അസോസിയേഷന്റെ ലക്ഷ്യം. ന്യൂസ് 18 പത്തനംതിട്ട. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി പരിഗണിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസ് ഇവിടം സന്ദർശിച്ചു. ബ്രിട്ടീഷ് രൂപ ശൈലിയിൽ 150 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഇടുക്കി പള്ളിക്കുന്ന് ദേവാലയം. മൂന്നാറിൽ തേയിലകൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺട്രോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കിയുടെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിദേശികളുടെ കല്ലറകളും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത്. പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പുതുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ ആരാധനാലയത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുമായി ഒരു ചർച്ചയും ബന്ധപ്പെട്ടവരുമായി ചർച്ചയും നടത്താൻ ടൂറിസം ഡയറക്ടർ കൂടെയുണ്ട്. ഞങ്ങൾ അതിന് മുൻകൈ എടുക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. പൈതൃകങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാനും അവയുടെ സ്മാരകങ്ങളിലേക്ക് പുതിയ തലമുറയിലെ സഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കുകയും ചെയ്തു വരുന്നതായും മന്ത്രി പറഞ്ഞു. പഴമ നഷ്ടപ്പെടുത്താതെയാണ് ഇപ്പോഴും പള്ളിക്കുന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്നത്. ജോൺ മൺട്രോ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും
വിദേശത്തു നിന്നും എത്തുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ സഹമെത്രാനായി ചുമതലയേറ്റ സെൽവരാജിന്റെ മെത്രാഭിഷേക ചടങ്ങ് നടന്നു. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത്. 38 വർഷത്തിലേറെ രൂപതയുടെ കീഴിലെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തിയ ശേഷമാണ് ഡി സെൽവരാജൻ നേതൃസ്ഥാനത്തിലേക്ക് എത്തുന്നത്. രൂപതയുടെ കീഴിലെ 252 പള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും സാക്ഷ്യം വഹിച്ചു. വിവിധ ദേവാലയങ്ങളിൽ നിന്നെത്തിയ 112 ഗായക സംഘത്തിന്റെ സ്വാഗത ഗാനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബിഷപ്പ് വിൽസൺ സാമുവൽ മുഖ്യ കാർമ്മികത്വം നൽകി. വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യൻ സ്ഥാനപതി ഉൾപ്പെടെയുള്ള നിരവധി വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, MLA-മാരായ രമേശ് ചെന്നിത്തല, CK ഹരീന്ദ്രൻ, K ആൻസലൻ, M വിൻസെന്റ്, IB സതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെയ്യാറ്റിൻകര രൂപത രൂപം കൊണ്ടിട്ട് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന ആദ്യത്തെ മെത്രാഭിഷേക ചടങ്ങാണ് ഇതെന്നും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മുക്കത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 4ാമത് മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. മുക്കം PC ജംഗ്ഷനിലെ മൈതാനത്ത് നടന്ന ഇഫ്താർ മാനവ ഐക്യവേദിയായി മാറി. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള 1500-ലേറെ ആളുകൾ ഇഫ്താറിൽ പങ്കെടുത്തു. മുക്കത്തെ വ്യാപാരികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ അടങ്ങുന്ന മുക്കം വ്യാപാരി കൂട്ടായ്മയുടെ 4ാമത് ഇഫ്താറാണ് മുക്കത്ത് നടന്നത്. മതരാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ 1500-ൽ ഏറെ ആളുകൾ പങ്കെടുത്ത ഇഫ്താർ മാനവ ഐക്യവേദിയായി മാറി. കാരക്കയും ഫ്രൂട്ട്സും ബിരിയാണിയും എല്ലാം അടങ്ങുന്ന വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ഇഫ്താറിനായി സംഘാടകർ ഒരുക്കിയത്. വ്യാപാരികൾ, സന്നദ്ധപ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താറിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത്. ഏറ്റവും വലിയ ഇഫ്താറായി മുക്കത്തെ ഇഫ്താർ ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഇനിയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് ചിന്തിക്കാനും അതിനാവശ്യമായ ഒരു മുക്കത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, ഒരു സാമൂഹിക സംസ്കാരം ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കും, സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ശുഭപ്രതീക്ഷയാണ്. ഇഫ്താറിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, V കുഞ്ഞാലി, റഫീഖ് മാളിക, അലി അക്ബർ, വിൽസൺ മഠത്തിൽ, CP ചെറിയ മുഹമ്മദ്, CK കാസിം, മുരളീധരൻ, ബക്കർ കളർ ബലൂൺ തുടങ്ങിയവർ പങ്കെടുത്തു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ 4 വർഷമായി ഇഫ്താറുമായി സഹകരിച്ച സന്നദ്ധ സംഘടനകളായ എൻ്റെ മുക്കം, എൻ്റെ നെല്ലിക്കാപ്പറമ്പ്, രാഹുൽ ബ്രിഗേഡ് എന്നിവർക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മധുരവുമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനത്തിലാണ് ഭക്തി നിർഭരമായ ചടങ്ങ് നടന്നത്. നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ 43-ലധികം വിഭവങ്ങളാണ് ഇത്തവണ നാടകശാല സദ്യയ്ക്ക് തൂശനിലയിൽ വിളമ്പിയത്. ഉപ്പേരികളിൽ ചക്ക, ചേമ്പ്, കായ, ശർക്കര പുരട്ടി, കൊണ്ടാട്ടം, പായസങ്ങളിൽ അരി, പ്രഥമൻ, ഗോതമ്പ്, അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെയുള്ള 5 പായസം, പഴങ്ങളായ ചക്ക, മാങ്ങ, മുന്തിരി, പൈനാപ്പിൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് തൂശനിലയിൽ വിളമ്പിയത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് ശ്രീകൃഷ്ണ സന്നിധിയിലെ ഭക്തിനിർഭരമായ ചടങ്ങിൽ പങ്കുകൊള്ളാനെത്തിയത്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. 9ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിലെ ജീവനക്കാർക്കായി നാടകശാലയിൽ ചെമ്പകശ്ശേരി രാജാവ് സദ്യ ഏർപ്പെടുത്തിയിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ദർശനത്തിനെത്തിയപ്പോൾ ഭഗവത് സാന്നിധ്യം കണ്ടില്ല.
തുടർന്ന് ഭഗവാനെ തേടി ക്ഷേത്രത്തിൽ ചുറ്റി നടന്നു. ഒടുവിൽ നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ്യ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് വില്വമംഗലം കണ്ടത്. ഇത് കണ്ട് കൃഷ്ണ എന്ന് ഓടി വിളിച്ച് വില്വമംഗലം എത്തിയപ്പോഴാണ് തങ്ങൾക്ക് നെയ്യ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞത്. ഇതോടെ മറഞ്ഞ കൃഷ്ണനെ തിരിഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ജീവനക്കാർ ഊണ് കഴിച്ച ഇലയുമായി വില്വമംഗലത്തിന് പിന്നാലെ ഓടി. ഇതിനിടയിൽ ഭക്ഷണം ഇലയിൽ നിന്നും നിലത്ത് വീണു. ഭഗവത് സാന്നിധ്യമുള്ള വില്വമംഗലം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുണ്ടായിരുന്ന പുത്തൻകുളത്തിൽ ചാടിയതിന് പിന്നാലെ ജീവനക്കാരും ചാടി. ഉണ്ണിക്കണ്ണൻ പുത്തൻകുളത്തിൽ ഇറങ്ങിയെന്നുള്ള സങ്കല്പത്തിലാണ് ഇവരും കുളിക്കാനിറങ്ങിയത്. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും 9ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നാടകശാല സദ്യ നടക്കുന്നത്. ന്യൂസ് 18 അമ്പലപ്പുഴ. പാലക്കാട് വിളയൂരിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് 100 മേനി. ചൂടിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവാണ് തണ്ണിമത്തൻ കൃഷി. വേനലായതോടെ തണ്ണിമത്തൻ ആവശ്യക്കാർ ഏറി. നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമാണ് തണ്ണിമത്തൻ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രാദേശികമായി തന്നെ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവ് പകരുന്നതാണ് തണ്ണിമത്തൻ കൃഷി. വള്ളുവനാട്ടിൽ 2ാം വിള കൊയ്ത പാടങ്ങളിലെല്ലാം തണ്ണിമത്തൻ കൃഷി സജീവമാണ്. വിളയൂരിലെ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. പേരടിയൂർ PC സൈതാലിയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. ഇപ്പോൾ അത്യാവശ്യം കേരളത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള തണ്ണിമത്തൻ്റെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷവും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞാക്കായുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം 100% വിഷരഹിതമായിക്കൊണ്ട് നമുക്ക് തണ്ണിമത്തൻ കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 1 ഏക്കറിലാണ് കൃഷി. 75 ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുപ്പിന് സജ്ജമായി. 1 മുതൽ 6 കിലോഗ്രാം വരെ തൂക്കം വരുന്ന തണ്ണിമത്തനുകൾ ലഭിച്ചു. പ്രാദേശികമായും ചുറ്റുവട്ടത്തെ കടകളിലെത്തിച്ചുമാണ് വിൽപ്പന. ന്യൂസ് 18 പാലക്കാട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,195 രൂപ, പവന് 65,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,770 രൂപ, പവന് 54,160 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, കിലോഗ്രാമിന് 1,09,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.